മഹാരാഷ്ട്രയിലെ പൂനെയിൽ രോഗം ബാധിച്ച് 4 പേരാണ് മരിച്ചത്. പൂനെയിൽ രോഗം ബാധിച്ച 140 പേരിൽ 18 പേർ വെന്റിലേറ്റർ ചികിത്സയിലാണ്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പാർഗാനയിൽ ചികിത്സയിലായിരുന്ന 17കാരൻ മരിച്ചത് GBS രോഗം മൂലമാണെന്ന് സംശയമുണ്ട്. അസുഖബാധിതരായി എത്തിയ കുട്ടികളിൽ GBS ബാധയുണ്ടോ എന്ന സംശയം ഡോക്ടർമാർക്കുണ്ട്. കൂടുതൽ പരിശോധന തുടരുന്നു. തെലങ്കാനയിൽ സിദ്ദിപ്പേട്ട് സ്വദേശിനിയായ 25 വയസ്സുള്ള യുവതിക്കും രോഗം കണ്ടെത്തി. അസമിൽ 17 വയസ്സുള്ള പെൺകുട്ടിക്കും രോഗബാധ കണ്ടെത്തിയിരുന്നു. ഇരു സംസ്ഥാനങ്ങളിലെയും ആദ്യ GBS കേസുകളാണിത്. രോഗം പടർന്നു പിടിക്കുന്ന പൂനെയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കുടിവെള്ളം മലിനമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗപകർച്ചയ്ക്ക് ഇതും കാരണമായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. മഹാരാഷ്ട്രയിലെ നാന്ദേഡ് ഗാവ്, സിംഹഗഡ് റോഡ്, നാന്ദേഡ് സിറ്റി എന്നിവിടങ്ങളിലെ ക്ലസ്റ്ററുകളിലാണ് GBS ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ നിരവധി പ്രദേശങ്ങളിലും സംശയാസ്പദമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേഖലയിൽ 127 കേസുകൾ GBS ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപൂർവമായ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലിൻ ബാരെ സിൻഡ്രോം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഞരമ്പുകളെ ആക്രമിക്കും. കുട്ടികളിലും യുവാക്കളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും പകർച്ചവ്യാധിയുടെ ഗണത്തിൽപ്പെടുന്നതല്ല. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.